ഓക്കെ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മിഷനിൽ കാത്തലീനായിട്ട് ഈ പറഞ്ഞ റോബറി, ബാങ്ക് റോബറി കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മണി സ്റ്റീൽ ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ അത് പോരാ, നമുക്ക് ഇനിയും മെഷീനുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കാത്തലീനയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു കോൾ വരുന്നുണ്ട്. ഒബിയസ്ലി അത് കാത്തലീനയാണ്. അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ അവൾ ഇങ്ങോട്ട് കോൾ വിളിക്കുന്നു. നീ എവിടെ പോയി കിടക്കുകയാണ് തെണ്ടി, നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അടുത്ത പണിയുള്ളതാണ്, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സീജയുടെ അടുത്ത്. അത് കാത്തലീന. പക്ഷേ സീജ ഇപ്പോൾ അടുത്ത് നല്ല രീതിയിൽ കഡ്നാപ്പിയിട്ട് വരുന്നുണ്ട്. അതിനുള്ള തെളിവാണ്. അവൻ ഭയങ്കര കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അവൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നേരെ കയറി ചെല്ലാം. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാത്തലീന വാതിൽ തുറന്ന് ചവിട്ടി തുറന്ന്, എടാ തെണ്ടി, നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നിന്നെക്കുറിച്ച് ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞ്, നീ അവിടെ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ. കാരണം ഇവർ ഒരു ചെറിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അത് ഇവൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറീസ് അറിഞ്ഞപ്പോൾ കാത്തലീന അത് വേണ്ടാന്ന് വെക്കണ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലൊരു ഗ്യാപ്പ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ കുറേ സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ട് സീജ. പക്ഷേ കാത്തലീന ഒരു പൊടിക്ക് വഴങ്ങുന്നില്ല. അപ്പോൾ എന്തായാലും ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ, നമുക്ക് നമ്മുടെ ദൗത്യം ആദ്യം ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു കോപ്സിൻ്റെ ബൈക്കുണ്ട്. അപ്പോൾ ഈ ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫാസ്റ്റാണ്, ഓവർ പവേർഡാണ്. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ നല്ല സ്പീഡാണ്, നല്ല സ്പീഡിൽ സാധനം പാറിപ്പറങ്ങും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബൈക്കാണിത്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇനി റിമൈനിങ് ആയിട്ടുള്ള ആകെ ഒരു മെഷീനുള്ളൂ, ആ മെഷീനിലോട്ട് തന്നെ പോകാം. അപ്പോൾ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ മെഷീനും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഉള്ള ആകെ ഒരു ലാസ്റ്റ് മെഷീനാണ് കാത്തലീനായിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ചെറിയൊരു തട്ടൽ തന്നെ നമ്മളപ്പോൾ നിലത്തേക്ക് വീഴും. ഓക്കെ, അപ്പോൾ അടുത്തൊരു റോബറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത മോഡൽ. അപ്പം ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഞാനൊരിക്കൽ പറഞ്ഞതാണല്ലോ. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നേരെ പോയാൽ മതി, ഒന്നും സീനില്ല. നമുക്ക് എന്തായാലും ഇനി വളഞ്ഞ് തന്നെ ചെല്ലാം. ഓക്കെ, അപ്പോൾ ഒരു പെട്രോൾ പമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാത്തലീന ആ ഒരു ഷോപ്പിലേക്ക് കയറി റോബറി ചെയ്യാനുള്ള പരിപാടിയില്ല. പക്ഷെ അവർ പറയുന്നത് ഇതൊക്കെ ബുള്ളറ്റ് പ്രൂഫാണ് മുത്തേ, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നീ എത്ര പിടിച്ചിട്ടും കാര്യമില്ല, ഇതൊക്കെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സാണ്, അതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കാത്തലീന അപ്പം തന്നെ സീജറോട് പറഞ്ഞു നമ്മൾ പ്ലാൻ മാറ്റി, നീ ആ വേഗം ട്രക്ക് എടുത്ത് ട്രെയിലർ കണക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആ ട്രെയിലർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കണക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ട്രെയിലർ കണക്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. കറക്റ്റ് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് നോക്കി ആ ഒരു പോയിന്റിലായിട്ട് തന്നെ നമ്മുടെ ട്രക്കിൻ്റെ ആ ഒരു സർക്കിള് കറക്റ്റായിട്ട് കൊണ്ടുവച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിൽ ആ ഷോപ്പിലത്തെ ആൾക്കാരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെ ഫോളോ ചെയ്തിട്ട് ആ ട്രക്ക് തിരിച്ചു പിടിക്കാനൊക്കെ ഉള്ള ഒരു കമാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അവരെ നിന്ന് എസ്കേപ്പായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഈ ഒരു ട്രക്കിനെ എത്തിക്കണം. അതാണ് നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രീമിയം ഗ്യാസാണ്. അതാണ് നമ്മൾ ഈ പ്രീമിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാത്തലീന ആ ഒരു ഷോപ്പ് റോബറി ചെയ്യാതെ ഈ ഒരു ടാങ്കർ എടുക്കാൻ നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അവൾ ബുദ്ധിയുള്ള കുട്ടിയാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഈ ചങ്ങായിമാർ വരുന്നുണ്ട്. അവരുടെ അടുത്ത് അധികം നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ ഫുൾ ടാങ്ക് പ്രീമിയം ഗ്യാസാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസ് എക്സ്പ്ലോഡ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമ്മൾ മറ്റേ സൈഡ് ഫയറും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും നമ്മളെ ടാങ്ക് പൊട്ടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം അവരെ കവർ ചെയ്ത് പോവുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്
അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ മച്ചാന്മാർ നല്ല കത്തി വന്ന് നേരെ ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റി അവരെന്നെ ചത്തുവരികയാണ്. എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഇതാണ് ഈ ഒരു ടാങ്കർ നമ്മുടെ നിന്ന് മേടിച്ച ടീം. അപ്പോൾ ആള് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ടാങ്കറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട് കൊടുന്നു, നമുക്ക് അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു മെഷീനായിട്ട് സബ് മെഷീനായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള മെഷീൻ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാറ്റ്ലേന ഇപ്പോഴും കലിപ്പാണ്, ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ CJ മൂഞ്ചി എന്ന് സാരം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.